എക്സാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ എത്തിയത് നമ്മുടെ പുതിയ റൂമിലോട്ടാണ് കേട്ടോ. ഇവരാരും ഇതുവരെ നമ്മുടെ പുതിയ റൂമിലോട്ട് വന്നിട്ടില്ല. അശ്വിനി മാത്രമാണ് വന്നിട്ടുള്ളൂ. ഇവിടെ കയറുന്നതിന് മുന്നേ പറഞ്ഞാണ് ഞങ്ങൾ കാപ്പിയും ബേക്കറി ഇല്ലാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങില്ലെന്നുള്ള കാര്യം. പിന്നെ ഞാനും ഷാനും പോയി പാലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. എക്സാം എഴുതിയതിൻ്റെ നല്ല ക്ഷീണം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. അങ്ങനെ കുറച്ച് പേര് കയറി കിടന്ന് ഉറക്കമൊക്കെ ചെറിയൊരു കുഞ്ഞുറക്കം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി വന്നപ്പോഴത്തേക്കും അവിടെ അടുക്കളയിലെല്ലാം കീഴടക്കി എല്ലാവരും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ അശ്വിനി വരച്ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലാവാൻ യാതൊരു വഴിയില്ല. അത് ഷാനുവിനെ ഒന്ന് വരച്ച് നോക്കിയതാണ്. ഈ ഒരു കലാകാരിയെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആൻഡ് ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതിരുന്ന റൂം പെട്ടെന്ന് നല്ലൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആവുമായിരുന്നല്ലോ. അങ്ങനെ എക്സാമിൻ്റെ മൂഡിലായിരുന്നു ഇത്ര നാളും. അങ്ങനെ നമ്മളെല്ലാം റിലാക്സ്ഡ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും അവർക്ക് പോകാൻ ടൈമായിട്ടോ. ഒരു 2-2.5 മണിക്കൂറാണ് ഇവിടെ നിന്നോളൂ. അപ്പോഴേക്കും അവർക്ക് ഹോസ്റ്റലിൽ തിരിച്ച് കയറാനുള്ള ടൈമായി. ആൻഡ് കുറച്ച് സമയമായാലും നല്ല ഹാപ്പിയായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെ ഇനി നാളെ മുതൽ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ എല്ലാവരും മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.